ഇക്കാലത്ത് കോൺഗ്രസിനെ കനത്ത പ്രതിസന്ധിയിലാക്കി ആദായ നികുതി വകുപ്പ്. നികുതി പുനർനിർണയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 1823 കോടി രൂപ അടയ്ക്കാൻ നോട്ടീസ് നൽകി. നടപടിക്കെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കും. നികുതി ഇളവിന് അർഹതയില്ലാത്ത സംഭാവന സ്വീകരിച്ച BJPയിൽ നിന്ന് തുക ഈടാക്കാനാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. കോൺഗ്രസിന് പിന്നാലെ CPIക്കും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി. ആദായ നികുതി പുനർനിർണയം ചോദ്യം ചെയ്തുള്ള കോൺഗ്രസിന്റെ ഹർജി കഴിഞ്ഞ ദിവസമാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത്. ഇതിന് പിന്നാലെയാണ് 5 വർഷത്തെ നികുതി, പലിശ, പിഴ എന്നിവ കോൺഗ്രസിൽ നിന്ന് ഈടാക്കാൻ ആദായ നികുതി വകുപ്പ് നടപടികൾ ആരംഭിച്ചത്. 1823 കോടി രൂപ അടയ്ക്കണമെന്നാണ് നോട്ടീസ്. 2016-17 മുതൽ 2019-20 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെയും 3 പതിറ്റാണ്ട് മുൻപ് സീതാറാം കേസരി ട്രഷററായ കാലത്തെയും നികുതി പുനർനിർണയമാണ് നടത്തിയത്. 2014 മുതലുള്ള 3 വർഷത്തേക്ക് 520 കോടി രൂപ അടയ്ക്കാൻ IT വകുപ്പ് നേരത്തെ കോൺഗ്രസിന് നോട്ടീസ് നൽകിയിരുന്നു. കേന്ദ്രത്തിന്റേത് നികുതി ഭീകരതയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. Which shows the complete hypocrisy of the BJP, which is engaged in tax terrorism. ये कर आतंकवाद है और कुछ नहीं है. और ये कर आतंकवाद का शब्द पहली बार BJP के नेता अरुण जेटली ने पार्लियामेंट में इस्तेमाल किया था. പണമടയ്ക്കാൻ ആവശ്യപ്പെട്ടതല്ലാതെ കാരണങ്ങൾ വ്യക്തമാക്കുന്ന അനുബന്ധ രേഖകൾ ഏജൻസി നൽകിയില്ലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. കോൺഗ്രസിന് പിഴ നിശ്ചയിച്ച രീതി പ്രകാരമാണെങ്കിൽ BJPയും നികുതി ഇളവുകൾക്ക് അർഹതയില്ലാത്ത സംഭാവന സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന് നികുതി നിർണയം നടത്തിയാൽ 4617 കോടി വരും. എന്നാൽ ആദായ നികുതി വകുപ്പിന് BJPയോട് മൃദു സമീപനമാണെന്നും കോൺഗ്രസ് വിമർശിച്ചു. പഴയ പാൻ കാർഡ് ഉപയോഗിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിനാണ് 11 കോടി അടയ്ക്കാൻ CPIക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത്. അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ഭീമമായ തുക നികുതി അടയ്ക്കാനും നിർദ്ദേശം വന്നതോടെ ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിൽ കോൺഗ്രസ് ആശങ്കയിലാണ്. പ്രധാന നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ നിയന്ത്രണം കൊണ്ടുവരുന്നതടക്കം പരിഗണനയിലുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ശരത് കെ ശശിൻ. റിപ്പോർട്ടർ, ദില്ലി.